ഹലോ ഡിയേഴ്സ്, ഞാൻ കുറച്ച് ദിവസം മുന്നേ ചോളം ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പി ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചോളം റവ എങ്ങും കിട്ടാനില്ല, കടകളിലൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിവിടെ നീൽഗിരി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു റവ വാങ്ങാറുള്ളത്. അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോളം പുട്ടുപൊടി വെച്ചിട്ടും ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. പല ബ്രാൻഡിൻ്റെയും പുട്ടുപൊടി കിട്ടും. ഞാനിവിടെ പൊൻകതിറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചോളം പുട്ടുപൊടി എടുത്തു. ചെറിയ തരിയുള്ള പൊടിയായിരിക്കും കേട്ടോ. അതാണ് ഈ ഒരു ഉപ്പുമാവും പുട്ടും ഒക്കെ ഉണ്ടാക്കാൻ നല്ലത്. നല്ല സ്മൂത്തായിട്ടുള്ള പൊടി എടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു കയ്പ്പും ഉണ്ടാവും, പിന്നെ അത്ര സോഫ്റ്റും ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ 1 കപ്പ് ചോളപ്പൊടി എടുത്തപ്പോൾ അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ പൊട്ടിനെ നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കുക. ഒത്തിരി ഡ്രൈ ആയി പോകേണ്ട, ഇത്രയും നനവ് വേണം. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. സാധാരണ ഉതിർപ്പിട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുമിച്ചിട്ട് വേവിച്ചാൽ മതി. വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചേർക്കാവേ. തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാം, പക്ഷേ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ചും കൂടെ തേങ്ങ ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. ഇനി ബാക്കി സാധനങ്ങൾ, ഒരു ചെറിയ സവോള, 1 ടീസ്പൂൺ ഇഞ്ചി, 1-2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ ബാക്കി സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണേ. ഒത്തിരി തണുക്കാനായിട്ട് വെക്കരുത്. ഒരു പാനിൽ കുറച്ച് എണ്ണയും നെയ്യും ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് നിറയെ ഡാൽഡ ചേർക്കും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഡാൽഡ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടായി വന്നപ്പം കടുകും വറ്റൽമുളകും, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോള, 1 ടീസ്പൂൺ ഇഞ്ചി, 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഒത്തിരി സമയം ഇനി ഇത് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ എണ്ണയിൽ വഴറ്റുന്ന സമയത്ത് തന്നെ നല്ലോണം വെന്ത് മൂത്ത് വരണം. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പുട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചോളപ്പൊടിയും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ആവി കയറുമ്പോൾ ശരിക്കും കൊതി തോന്നും, അത്രയ്ക്ക് നല്ലൊരു മണമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ കുട്ടികൾ ഈ ഉപ്പുമാവ് നല്ല ചൂടോടുകൂടി വട്ടത്താമര ഇലയില്ലേ, അതിൽ പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ. അപ്പോൾ ഞാൻ 2 വട്ടത്താമര ഇല എടുത്തു. അപ്പോൾ ഞാൻ ഈ ഉപ്പുമാവ് നല്ല ചൂടോടുകൂടി തന്നെ ഇലയിലൊന്ന് പൊതിഞ്ഞ് 5 മിനിറ്റേ വെച്ചുള്ളൂ കേട്ടോ. കാരണം ഇത് പുട്ട് പൊടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതായതുകൊണ്ട് ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകാനൊരു ചാൻസ് ഉണ്ട്. റവ കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് പൊടി ആയതുകൊണ്ട് കുറച്ച് സമയം വെച്ചാൽ മതി. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ആ പാൽപ്പൊടിയും കൂടെ ചേർത്തപ്പോൾ പിന്നെയും അടിപൊളിയായി. ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞ് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു ഇഷ്ടത്തിന് അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റവ ഇല്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.